ശുഭദിനം കൂട്ടുകാരെ. ഞാൻ വ്ളോഗിംഗ് ഒന്നും ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. എൻ്റെ ആദ്യത്തെ വ്ളോഗിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ കുറേ തെറ്റുകളും കുറ്റങ്ങളും കാണാം. എഡിറ്റിങ്ങിനെ കുറിച്ച് 0 ലെവലാണ് എൻ്റെ നോളേജ്. അപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. കുറച്ച് യാത്രകളൊക്കെ ബൈക്കിലും കാറിലൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട് വ്ളോഗിങ്ങിൻ്റെ. അങ്ങനെ ചെറിയൊരു ഇൻട്രസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഒക്കെ ഒന്ന് ബാക്കിയുള്ളവരെയും കാണിക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള റൂട്ടുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് എല്ലാവർക്കും ഒന്ന് പരിചിതമാക്കുക. അത്രമാത്രമാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, എനിക്കത്ര പരിചയം പോരാ. എന്നാലും ഇതിന് തുടരാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ യാത്രയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇടുക്കിയിലേക്ക് പോകണേന്നറിയാം, പക്ഷേ എങ്ങോട്ടാണ് പോകണേന്ന് ഒരു പിടുത്തമില്ല. സന്തോഷേട്ടൻ കൂടെയുണ്ട്. ആള് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആള് വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോകാറുണ്ട്. അതല്ലാണ്ട് എൻ്റെ വേറൊരു സുഹൃത്തും കൂടി ഉണ്ട്, കോഴിക്കോട് നിന്ന് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആളുടെ കൂടെയും ഇങ്ങനെ യാത്രകൾ പോകാറുണ്ട്. അപ്പോൾ മിക്ക ഓരോ ആൾട്ടർനേറ്റ് മാസങ്ങളിലും ഓരോ യാത്രകൾ വെച്ച് പോവും. അപ്പോൾ ഇടുക്കിയിൽ അവിടെ ചെന്നിട്ട് തീരുമാനിക്കും എങ്ങോട്ടാണ് വണ്ടി തിരിക്കേണ്ടത്, എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടതെന്നൊക്കെ. ഒരു ഷോർട്ട് ട്രിപ്പാണ്, ഒറ്റ ദിവസത്തെ. ഇന്ന് രാവിലെ പുലർച്ചെ പോവും, നാളെ തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെ. എൻ്റെ വീട് തൃശ്ശൂരാണ്. പിന്നെ മഴയുണ്ട്. ലൈനറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താവുന്നൊരു പെടുത്തില്ല. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ വീഡിയോ ഡിസ്ട്രക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചെറുതായിട്ട് മഴ തൂളുമ്പോൾ ക്യാമറയിൽ വെള്ളമടിച്ചിട്ടേ. ഈ ഹൈവേയുടെ ഒരു പ്രത്യേകത, ഒട്ടുമിക്ക പാലങ്ങളൊക്കെ പണി കഴിഞ്ഞപ്പോൾ വലിയ തിരക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം രാവിലെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, 2 മണിയായിട്ട് വരെ ഇത്രയധികം വണ്ടികളാണ്. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ പരിചയപ്പെടാം. റൂട്ടിൽ വലിയ തിരക്കെന്ന് പറയാനല്ലേ, പക്ഷെ എന്നാലും ഇവിടുത്തെ ഈ പാലൊക്കെ കണ്ടോ, അതൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് ഒരു ട്രാഫിക് ഉണ്ട്. ബാക്കി 1-2 പാലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ കൂടി ഈ എയർപോർട്ടിലൊക്കെ പോണ സുഹൃത്തുക്കൾ കുറച്ച് നേരത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ കൂടി എപ്പോഴാണ് വഴി ഡൈവേർഷൻ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ചിറങ്ങര, ഇതിനു മുമ്പ് കൊരട്ടി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. ബാക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നീങ്ങി പോകുന്നുണ്ട്. ഓവർടേക്ക് ചെയ്താൽ പണി കിട്ടും ഇല്ല. കുറച്ചുകൂടെ ഒരു ചെറിയ കഞ്ചഷൻ ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വിട്ട് എറണാകുളത്തിലോട്ട് കയറി. വെൽക്കം. എനിക്ക് സൗണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം മൈക്കിൽ നോയിസ് ക്യാൻസലേഷൻ ഓണാണ്. പക്ഷെ എത്രത്തോളം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരു വ്യക്തതയില്ല. കൊടകര ആ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു മഴ തൂളി, പിന്നെ മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. റെയിൻകോട്ട് ധരിപ്പിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്നു. ആയാലും നോക്കാം. നല്ല മഴയാണെങ്കിൽ ഇടാതിരിക്കാൻ പറ്റില്ല. പോണിടത്തോളം പോട്ടെ. പറ്റുമെങ്കിൽ അങ്കമാലി, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു ചായ കുടിക്കാൻ നിർത്തണം.
പിന്നെ ബൈക്ക് റൈഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിക്ക ആൾക്കാർക്കും അറിയാമത്, എന്നാലും വെള്ളം നന്നായി കുടിക്കണം. പറ്റാവുന്ന സമയങ്ങളിലൊക്കെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആവും, പൊടിഞ്ഞ് ക്ഷീണമായിരിക്കും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. മാത്രമല്ല നമ്മൾ യൂഷ്വലി ഒരു 4-5 ദിവസത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഈ കാറ്റും അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നന്നായി വെള്ളം ഇറങ്ങും. അപ്പോൾ പരമാവധി റീഹൈഡ്രേറ്റ് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തിയിരിക്കുകയാണ്. 37 മിനിറ്റ്, നോട്ട് ബാഡ്. രാവിലെയൊക്കെ പീക്ക് അവേഴ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ കുടുങ്ങൂട്ടോ. നമുക്കൊരു 2-2.5 മണിക്കൂർ എടുക്കും ഇവിടേക്ക് എത്താനായിട്ട്. ഈ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഞാൻ യൂഷ്വലി എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ 41 കിലോമീറ്റർ ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ എത്താറുണ്ട്. ഈ സമയത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഒരു 2:45-നാണ്. ഒരു 3-3:15 ആകുമ്പോഴേക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ വീട്ടിലോട്ടൊരു 40-45 മിനിറ്റ് കൊണ്ട് എത്താം. പകരം ഇനിയൊരു ഫ്ലൈറ്റ് ഉണ്ട് 8:30-ക്ക് ഇറങ്ങണത്. അതിൽ വന്നാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ മിനിമം ഒരു 11-11:30 ആവും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്കമാലിയൊക്കെ കടന്ന് പിന്നെ ഈ പറഞ്ഞ കൊരട്ടി, ചെറങ്ങര, നമ്മുടെ അപ്പോളോ ടയേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്. ഐ തിങ്ക് വി ആർ ഗോണ സ്റ്റോപ്പ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഒന്ന് ഡിസൈഡ് ചെയ്തു രാമക്കൽമേട് പോവാം എന്നുള്ളത്. അത്യാവശ്യം നല്ല സ്ഥലമാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പോകും വഴി നമുക്ക് സംസാരിക്കാം. നേര്യമംഗലം പാലം രസമല്ലേ ഇങ്ങനെ പോകാൻ? അടിപൊളിയല്ലേ? ചേടാ ആ വൈബ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു വളവും തിരിവും ചെറിയൊരു ഹൈ റേഞ്ചൊക്കെ പോലെയാണെന്ന്. നമ്മൾ മൂന്നാർ പോണതൊക്കെ ഈ റൂട്ട് തന്നെയല്ലേ? മൂന്നാർ, കട്ടപ്പന, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് പോകും. മൂന്നാർക്കും കട്ടപ്പനയ്ക്കും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല. മാന്തോപ്പ് ആണെന്നൊരു ഡൗട്ടുണ്ട്. റെയിൻ ലൈനർ എടുത്തിട്ടു, അപ്പോൾ തൊട്ട് മഴ നിന്നു. മഴ ഇപ്പം ഇല്ലേ വലിയ കാര്യത്തിൽ. ഇവിടുന്ന് മാപ്പ് കാണിക്കുന്നത് 103 കിലോമീറ്റർ, 3 മണിക്കൂർ, ഓൾമോസ്റ്റ് 3 മണിക്കൂർ കൊണ്ട് എത്തും എന്നാണ് കാണിക്കുന്നത്. അതായത് അത്രയും ഷോർട്ട് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് സമയമുണ്ട്. പോണ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടും പയ്യൊന്ന് നിർത്തിയൊക്കെ സെറ്റായിട്ട് പോവാം. റോഡ് അങ്കമാലി വിട്ടപ്പോൾ ഒരുവിധം കാലിയാട്ടോ. സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് വണ്ടി ഓടിച്ച്. നൈസ്. അത്യാവശ്യം നല്ല റോഡുമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പെട്രോൾസ് ഇപ്പം അടിക്കേണ്ട ഉണ്ട് ഒരുവിധം, ഒറ്റ കട്ടയെ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അങ്ങോട്ട് കയറുമ്പോൾ ചിലപ്പോൾ ചറ പറയാതെ പറഞ്ഞ് കഴിയും. എന്തായാലും നോക്കാം. ഞാൻ യൂഷ്വലി നയാരേന്ന് അടിക്കാറ്. നയാര ഇപ്പോൾ വില ഭയങ്കരമായിട്ട് കൂട്ടി. പെട്രോൾ 119 ചില്ലറയാണ്. ഇപ്പോൾ റിലയൻസും കുഴപ്പമില്ലാത്ത പെട്രോളാണ്. എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നത് കേട്ടോ. അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. വണ്ടിക്ക് അത്യാവശ്യം നയാരെന്ന് അടിക്കുമ്പോൾ മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടാറുണ്ട്. നയാരയും ജിയോയും. ജിയോ നമ്മുടെ അടുത്തില്ല. നയാര
ഒരു 8 കിലോമീറ്റർ 7 കിലോമീറ്ററിലുണ്ട് കൊട്ടക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയി അടിക്കാറ് യൂഷ്വലി. എന്തായാലും നോക്കാം. നല്ല ക്ലൈമറ്റാണ്, സുഖകരമായ യാത്രയാണ് ഇതുവരെ. ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നമ്മേ. എനിക്ക് യൂഷ്വലി നൈറ്റ് ഡ്രൈവ് ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ വെയിലത്തുനിന്ന് രക്ഷപ്പെടാം. നല്ല സുഖകരമായ യാത്രയായിരിക്കും. നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നല്ല ചൂടാണ്, ഹ്യൂമിഡിറ്റി അത്യാവശ്യമുണ്ട്. അപ്പോൾ രാവിലെ ചെയ്യേണ്ടടുത്ത് നമുക്ക് യാത്ര ചെയ്തിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുക നൈറ്റാണ്. പിന്നെ ട്രാഫിക് കുറവായിരിക്കും. നമുക്ക് അത്യാവശ്യം ഒരു 100 കിലോമീറ്ററൊക്കെ പോവുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്ക് ലാഭം കിട്ടും, ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ ഇതുപോലത്തെ ജംഗ്ഷനൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നാടായതുകൊണ്ട് മോശമല്ല നമ്മുടെ നാട്, എന്നാലും എവിടെ നിന്നാ വണ്ടി വരികയെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു വളവായിരുന്നു. ലൈക്ക് കാറിൽ നമ്മൾ പോകാറുണ്ട്. കാറിലൊക്കെ സേഫാണ്. പക്ഷേ ബൈക്കിൽ പോകുമ്പോൾ വി ആർ ഇൻ ടു ഇറ്റ്. നമ്മൾ ശരിക്കും ആ ഒരു എന്താ പറയുക, ഒരു ട്രിപ്പിൽ ഫുള്ളി ഇൻവോൾവാണ്. കാറിൽ പോകുമ്പോൾ എല്ലാവരും ഗ്ലാസ്സൊക്കെ അടച്ചിട്ട് AC ഒക്കെ ഇട്ട് പോകുമ്പോൾ ആ നേച്ചറായിട്ടുള്ളൊരു കണക്ഷൻ കുറയുന്നോണം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം. മനുഷ്യരല്ലേ, തെറ്റ് പറ്റാമല്ലോ. അപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് ആ ക്ലൈമറ്റൊക്കെ ഫുള്ളി ആസ്വദിച്ച് നല്ല രസത്തിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാം. ഒരു ഡീസലിന് 102.64. ഹൈ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം 95 കണ്ടായിരുന്നു. 7 രൂപ കൂടി. ഒരു വണ്ടി പോകുന്നുണ്ട്, അതിനെ സൈഡ് കൊടുത്തേക്കാം. സൈഡ് കൊടുക്കാനൊന്നുമില്ല, അതിൽ കയറി പൊക്കോളും. റിച്ച് മാരുതി റിച്ച്. ഈ ചേട്ടൻ നേരത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്താണല്ലോ. ചില ആൾക്കാർ നമുക്ക് ഡിമ്മടിച്ച് തരില്ല. ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ വൈസറും കൂടിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മഴ പെയ്യുന്ന സമയമാണെങ്കിൽ അടിപൊളിയാണ്, ഒന്നും കാണില്ല. ലൈറ്റ് അടിച്ച് വരുമ്പോൾ നമുക്ക് വല്ല പോട്ട് ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാനും പറ്റില്ല. അതിലോട്ട് വീണായിരിക്കും കുറച്ച് നാൾ കിടക്കേണ്ടി വരിക. അതും ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പടേഷ്. ഹായ്, ചേപ്പാറ വാട്ടർഫോൾസ്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല, എനിക്ക് തന്നെ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. മഴയുണ്ട് കേട്ടോ, വൈസർ ഇട്ടതാ. ഈ മഴയുടെ വെള്ളത്തുള്ളി ഇരിക്കുന്നത് കൊണ്ടേ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. ഇതുപോലെ കണ്ടോ, വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് 100 കിലോമീറ്ററോളം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയുണ്ട് 71 കിലോമീറ്റർ പോകാൻ. ഗൂഗിൾ അമ്മച്ചിയുടെ കണക്ക് പ്രകാരം അതെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് കുറച്ചധികം നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും എടുത്തു. 10ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചായ കുടിക്കാൻ നിർത്തിയത്. അതേ നേരം പരപരാ വിളക്കുന്നു. അങ്ങനെ നല്ല ക്ലൈമറ്റ്, അടിപൊളിയായ യാത്ര വീണ്ടും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ വ്യൂ ഒക്കെ. കല്ലാർകുട്ടി ബ്രിഡ്ജ്, നൈസ്.
അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല ഏലക്കാട്, അതിൻ്റെ നടുവിൽ അങ്ങുമായിട്ട് കുറച്ച് മരങ്ങൾ വലുതായി നിൽക്കണ്. അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞ്. ഇത്ര നേരം നല്ല മഴയായിരുന്നു കേട്ടോ, അതിഗംഭീര മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ചെറിയ ശമന മഴയ്ക്ക് വന്നിട്ടുണ്ട്. അതിനൊപ്പം ഈ ഒരു വ്യൂവും നല്ല തണുപ്പും. എന്താ രസം! ആ മഞ്ഞ് നോക്ക്, കിടു. കാരിത്തോട്, മഞ്ഞിൻ പട്ടുടുത്ത് നിൽക്കുന്ന മലകൾ. നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. കാരണം ചിൻ മൗണ്ടിൻ്റെ ഇത് ഒന്ന് ഇളകിപ്പോന്നു. അതിൻ്റെ സ്റ്റിക്കർ കുറച്ച് ലോഡുണ്ടായിരുന്നു. ഞാൻ വേറൊരു സെറ്റപ്പിൽ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും, കാരണം ബൈക്കുമ്മയ്ക്ക് വെച്ചാക്കുന്നത് കൊണ്ട് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളങ്ങനെ നെടുങ്കണ്ടം എത്തി. ഇനി ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററാണ് കാണിക്കുന്നത്, രാമക്കൽമേട്. പിന്നെ ഈ നെടുങ്കണ്ടം, രാമക്കൽമേട് ഈ വക ഏരിയകളിലൊന്നും സ്പീഡ് അതുപോലെ എക്സ്ട്രാ അങ്ങനത്തെ പെട്രോളുകളൊന്നും കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പേ ഫില്ലാക്കി വന്നാൽ, അങ്ങനെ അത് മാത്രം അടിക്കുന്നവർ ഫില്ലാക്കി വന്നാൽ നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 പമ്പിൽ കയറി നോക്കി, പക്ഷേ അവിടെ ഒന്നും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ രാമക്കൽമേട് എത്തിയിരിക്കുകയാണ്. ഇനി റൂം എടുക്കണം, അതൊരു ടാസ്ക്കാണ്. എവിടെ എങ്ങനെ എന്നുള്ളത് ഒന്നും അറിയില്ല. പോയി നോക്കാം. എന്തായാലും പറ്റാവുന്ന കൊള്ളാവുന്ന ഒരു റൂം കണ്ടാൽ എടുക്കുക.